ദേവീ ശരണം മേ ലോലാപാംഗേ സുശീലേ നിരുപമവരദേ പർവത പൈതലാളേ സ്ഥൂലോത്തുംഗേ സുഭദ്രേ ശിവനുടെ പകുതിക്കാഹമേ വിശ്വവന്ദ്യേ ആളിടും ഭക്തിയോടെ തവ പദനളിനം താണു കൂപ്പുന്നിതാ ഭൂപാലേ ലീലേ വസിക്കൻ മനസി സുഹൃതസന്താനവല്ലി സുചില്ലി. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമ സ്കന്ധത്തിലെ 16-ാമത്തെ അധ്യായമാണ് ഇന്നലെ നാം അവലോകനം ചെയ്ത് നിർത്തിയത്. അടുത്തതായിട്ട് 17-ാമത്തെ അധ്യായം. ഈ അധ്യായത്തിൽ ശുനശേഭൻ്റെ മോചനത്തിനെയാണ് വ്യാസൻ വിവരിക്കുന്നത്. രുദന്തം ബാലകം വീക്ഷ്യ വിശ്വാമിത്രോദയാതുര ശുനശേഭമുവാഹജേദം ഗത്വാ പാർശ്വേ അതിദുഃഖിതം. കരുണാദയ, തിദിക്ഷ മുതലായവയാണ് ഏറ്റവും വലിയ പുണ്യം. ഹിംസ ഏറ്റവും വലിയ പാപം. അതുകൊണ്ട് ഈ യാഗപ്പശുവായി നിർത്തിയിരിക്കുന്ന അജീകർത്തൻ്റെ മധ്യമപുത്രനായ ശുനശേഭനെ അതിൽ നിന്നും മോചിപ്പിച്ചാൽ ഭഗവാൻ സന്തോഷിക്കും. അങ്ങയുടെ ഉദരരോഗം മാറും എന്നെല്ലാം വിശ്വാമിത്രൻ ഉപദേശിച്ചു. എങ്കിലും അത് ഹരിചന്ദ്രൻ കേട്ടില്ല. ശുനശേഭനെ യാഗപ്പശുവായി ബലി കൊടുക്കണമെന്ന് തന്നെ ഉള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ആ രാജാവിൻ്റെ വാക്കുകളെ കേട്ട ശുനശേഭൻ രൂപത്തിൽ കെട്ടിയിട്ടിരിക്കുന്നതായിട്ടുള്ള ശുനശേഭൻ ആർത്തനായിക്കൊണ്ട് കരഞ്ഞു, കണ്ണീർ വാർത്തു എന്ന് പറഞ്ഞുവല്ലോ. ആ വിലപിക്കുന്നതായിട്ടുള്ള ബാലനെ കണ്ട വിശ്വാമിത്രൻ അത്യന്തം ദുഃഖിതനായിട്ടുള്ള ശുനശേഭൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ, ഞാൻ ഇച്ഛിക്കുന്ന വരുണമന്ത്രം ഞാൻ പറയുന്ന വിധം മനസാ വരുണനെ സ്മരിച്ചുകൊണ്ട് ജപിക്കൂ. നിനക്ക് മംഗളമുണ്ടാവും. വരുണനാണല്ലോ ഈ യാഗം ചെയ്യുന്നത്, വരുണനെ പ്രീതിപ്പെടുത്താൻ. ആ വരുണനെ പ്രീതിപ്പെടുത്താനുള്ള മന്ത്രം ഞാൻ പറഞ്ഞു തരാം. അത് സ്മരിച്ചുകൊണ്ട് ജപിക്കൂ, നിനക്ക് മംഗളമുണ്ടാവും എന്ന് വിശ്വാമിത്രൻ പറഞ്ഞ് എന്ന് പറഞ്ഞു. ദുഃഖിതനാണെങ്കിലും വിശ്വാമിത്രൻ്റെ വാക്ക് കേട്ട ശുനശേഭൻ അദ്ദേഹം ഉപദേശിച്ച മന്ത്രം തെറ്റില്ലാതെ കണ്ട് ശ്രദ്ധാഭാവത്തോടുകൂടി ഭക്തിഭാവത്തോടുകൂടി ജപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ജപത്തിൽ മുഴുകി അവനോട് കൃപ തോന്നിയ വരുണൻ ആ ബാലനിൽ പ്രസന്നനായി ആ യജ്ഞത്തിൽ, ആ യാഗത്തിൽ സ്വയം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയണത്. വരുണൻ എഴുന്നള്ളുന്നത് കണ്ട് എല്ലാവരും അങ്ങേയറ്റം അത്ഭുതപ്പെട്ടു. അവരെല്ലാവരും വരുണദേവനെ വണങ്ങി നമസ്കരിച്ചു, സ്തുതിച്ചു. രോഗപീഡിതനായിട്ടുള്ള ഹരിചന്ദ്രനും അത്യധികം വിസ്മയാധീതനായിട്ട് വരുണൻ്റെ പാദങ്ങളിൽ വീണ് വണങ്ങി കൈകൂപ്പി മുമ്പിൽ നിന്ന് ആ ദേവനെ സ്തുതിച്ചു. ഹരിചന്ദ്രൻ വരുണനെ സ്തുതിച്ച കുറേ സ്തുതികളാണ് പിന്നീട്
പറയുന്നത് ദേവദേവ കൃപാസിന്ധോ പാപാത്മാഹം സുമന്ധതി കൃതാപരാധകൃപണ പാവിത പരമേഷ്ടിന മയാദേ പുത്രകാമേന ദുഃഖസംസ്ഥേന ഹേലനം കൃതം ക്ഷമാപ്യം പ്രഭുണ കോപാരാധ സുധർമ്മതേ മുതലായിട്ടുള്ള ശ്ലോകങ്ങൾ. ഏ കൃപാസിന്ധോ, പാപിയായിട്ടുള്ള ഈ ഞാൻ വെറും മൂഢനാണ്. അപരാധം ചെയ്തവനും നന്ദി കെട്ടവനും ആയിട്ടുള്ള എന്നെ അവിടുന്നാണ് പരിശുദ്ധനാക്കിയത്. പുത്രവാത്സല്യം കൊണ്ട് ഞാൻ അങ്ങയെ നിന്ദിച്ചു. എൻ്റെ അപരാധം അത് പ്രഭുവായ അവിടുന്ന് ക്ഷമിക്കണം. കാര്യം നേടേണ്ടവരെ ആ കാര്യത്തിനെക്കുറിച്ച് ഓർക്കുന്നു എന്നല്ലാതെ ആ മാർഗത്തിൽ ചെയ്യുന്നതായിട്ടുള്ള കർമ്മത്തിൽ ചെയ്യുന്നതായിട്ടുള്ള പാപത്തെക്കുറിച്ച് ഓർക്കുന്നില്ലല്ലോ. അതുകൊണ്ട് പുത്രൻ വേണം എന്നാഗ്രഹിച്ച് ഞാൻ അങ്ങയെ വഞ്ചിച്ചു. നരകത്തെ ഞാൻ ഭയപ്പെടുന്നു. പുത്രനില്ലാത്തവന് ഗതിയില്ല, സ്വർഗം അവന് കിട്ടില്ല എന്ന് ഭയന്നുകൊണ്ടാണ് ഞാൻ അങ്ങയെ വഞ്ചിച്ചത്. അറിവില്ലാത്തവൻ്റെ തെറ്റ് മാപ്പാക്കുകയാണല്ലോ പതിവ്. ഞാനിപ്പോൾ അങ്ങയുടെ ശാപം നിമിത്തം രോഗപീഡിതനായിട്ട് ദുഃഖിക്കുകയാണ്. മകൻ എന്നെ വഞ്ചിച്ച് കാട്ടിലേക്ക് പോവുകയും ചെയ്തു. എൻ്റെ പുത്രൻ എവിടെ പോയിരിക്കുകയാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മരണഭീതിയിൽ എന്നെ വഞ്ചിച്ച് വനത്തിലെങ്ങോ പോയിരിക്കുകയാണ് അവൻ. അതുകൊണ്ട് ധനം നൽകി വാങ്ങിയ ഒരു ബ്രാഹ്മണ ബാലനാണ് ഇവൻ. വില കൊടുത്തു വാങ്ങി ഇവനെ യജ്ഞപശുവാക്കിക്കൊണ്ട് അങ്ങയുടെ സന്തോഷത്തിനായിട്ട് ഞാനിതാ ഈ യാഗം തുടങ്ങി. അങ്ങയുടെ ഈ ദർശനത്താൽ എൻ്റെ സർവ്വദുഃഖങ്ങളും തീർന്നു. ജലോദരത്തിലുണ്ടായ സകല ദുഃഖങ്ങളും അങ്ങ് എന്നിൽ പ്രസന്നനായതിനാൽ ഇപ്പോൾ ഇതാ ഇല്ലാതെ കണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് വരുണനെ സ്തുതിച്ചു, നമസ്കരിച്ചു. രോഗാതുരനായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ ഇങ്ങനെ പറയുന്നത് കേട്ട് ദയാലുവായിട്ടുള്ള വരുണൻ അദ്ദേഹത്തിനോട് പറയണു, മുഞ്ചരാജൻ ശുനശേഭം സ്തുബന്ധം മാം ബൃഹാതുരം യജ്ഞേയം പരിപൂർണസ്തേ രോഗമുക്തോ ഭവാത്മന. ഹേ ഹരിചന്ദ്ര, അത്യന്തം ആർത്തനായിട്ട് എന്നെ സ്തുതിക്കുന്ന ശുനശേഭനെ നീ മോചിപ്പിക്കൂ. അങ്ങയുടെ യജ്ഞം പൂർത്തിയായിട്ടുണ്ട്. അങ്ങയുടെ ശരീരം രോഗമുക്തിയായി ഭവിക്കും എന്ന് പറഞ്ഞ് വരുണൻ വേഗം അവിടെയുള്ള സദസ്യർ നോക്കിക്കൊണ്ടിരിക്കെ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞ് ഹരിചന്ദ്രനെ അനുഗ്രഹിച്ചു. വരുണൻ്റെ അനുഗ്രഹം നേടിയ ഹരിചന്ദ്രൻ രോഗവിമുക്തനായി സുഖം പ്രാപിച്ചു. വരുണൻ ബ്രാഹ്മണകുമാരനെയും ബന്ധനത്തിൽ നിന്ന് വിമുക്തനാക്കി ശുനശേഭനെ മുക്തനാക്കി. അതോടെ യജ്ഞവേദിയിലെ യാഗശാലയിൽ നിന്നും ജയശബ്ദം ഇതാ മുഴങ്ങാൻ തുടങ്ങി. അതികഠിനമായിട്ടുള്ള രോഗത്തിൽ നിന്ന് മുക്തനായ രാജാവ് സന്തോഷിച്ചു. യാഗബലിയിൽ നിന്നും മുക്തനായിട്ടുള്ള ശുനശേഭനും വളരെയധികം സന്തോഷിച്ചു. ഹരിചന്ദ്രൻ വിനയനായിക്കൊണ്ട് ആ യാഗം പൂർത്തിയാക്കി. ശുനശേഭൻ കൈകൂപ്പിക്കൊണ്ട് സദസ്യരോട് ചോദിച്ചു, സദസ്യരെ, ധർമ്മജ്ഞന്മാരെ, നിങ്ങൾ സത്യവാദികളാണല്ലോ. വേദശാസ്ത്രങ്ങൾ അനുസരിച്ച് ധർമ്മം എന്താണ് എന്ന് നിർണയിക്കൂ. ഞാൻ ആരുടെ പുത്രനാണ്? ഇനിമേൽ എൻ്റെ പിതാവ് ആരായിരിക്കും? നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ ആശ്രയിച്ചു കൊള്ളാം എന്ന് സദസ്യരോട് അവിടെ കൂടിയിരുന്ന ജ്ഞാനികളോട് ചോദിക്കുകയാണ് ശുനശേഭൻ. എന്തായാലും ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം.
ഇന്ന് ഇവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.